എന്നും ഈ അപ്പവും ദോശയും പുട്ടും ചപ്പാത്തിയൊക്കെ മതിയോ? ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കണ്ടേ? അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് 5-6 വെളുത്തുള്ളി ചെറുകഷ്ണങ്ങളാക്കിയത്, ചെറിയൊരു സവോള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വഴറ്റി ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് ചിക്കൻ്റെ കുറച്ച് ബോൺലെസ് പീസസും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഈ കഷ്ണങ്ങളൊക്കെ ഒരു ഹാഫ് കുക്കായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ ഒരു ഗ്ലാസ് പാലും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് കുറച്ച് പാസ്ത ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മൂടി വെച്ച് ചെറുതീയിൽ ഒരു 20 മിനിറ്റ് വേവിച്ച് മൂടി തുറന്ന് നോക്കുമ്പോൾ പാസ്ത എല്ലാം വെന്തതായി ഇതുപോലൊരു ക്രീമി ടെക്സ്ചറായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ, കുറച്ച് പാർസ്ലി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, അതല്ലെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് പെപ്പർ പൗഡർ ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ സമയം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഫൈനലി കുറച്ച് കുക്കിംഗ് ക്രീമും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ക്രീമി ആൻഡ് ടേസ്റ്റി പാസ്ത റെഡി. അപ്പോൾ എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.